ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒരു അടിപൊളി കറിൻ്റെ റെസിപ്പിയാണ്. നമ്മുടെ വഴുതനങ്ങ വെച്ചിട്ട് ഒരു വഴുതനങ്ങ തൈര് കറി ഉണ്ടാക്കിയെടുക്കുകയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ്, ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇത് മാത്രം മതി കേട്ടോ. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വഴുതനങ്ങ നല്ല റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഏത് ഷേപ്പിലും കട്ട് ചെയ്തെടുക്കുക. നല്ല കട്ടിയിൽ കട്ട് ചെയ്യാൻ പാടില്ല, അതേപോലെ തന്നെ നല്ല തിന്നായിട്ടും കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു മീഡിയം തിക്നെസ്സിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിതൊന്ന് മസാല തേച്ചെടുക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ മുളക് പൊടിയൊക്കെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം മസാല തേക്കേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ആവശ്യത്തിന് കുറച്ച് മാത്രം കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ വെളിച്ചെണ്ണ കുറച്ച് മാത്രം ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മസാല തേച്ചെടുക്കുക കേട്ടോ. ഇതുപോലൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഒരു 5-10 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കട്ടോ, നിർബന്ധമൊന്നുമില്ല. കുറച്ച് ടൈം വെക്കുമ്പം നല്ല മസാലയൊക്കെ ഒന്നതിൽ പിടിച്ചിട്ട് കിട്ടും. അങ്ങനെ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു പാൻ അടുപ്പത്ത് വെക്കുക. അതിലേക്ക് കുറച്ച് മാത്രം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന ടൈമിൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ ഓരോ വഴുതനങ്ങയും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചും മറിച്ചിട്ട് കണ്ട് ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഇത് ഡീപ്പ് ഫ്രൈ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ, ഒന്ന് വെന്ത് കിട്ടിയാൽ മതി. എന്നാൽ നല്ലോണം കുക്കായിട്ട് കിട്ടുകയും വേണം, എന്നാൽ മൊരിഞ്ഞ് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം പിന്നീട് നമ്മൾ ഈ ഒരു വഴുതനങ്ങ കുക്ക് ചെയ്തെടുക്കുന്നില്ല, ഈ ഒരു ടൈമിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലോണം ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കുക. പെട്ടെന്ന് തന്നെ വെന്തും കിട്ടും. കാരണം ഇത് നമ്മൾ കുറച്ചൊക്കെ അത്യാവശ്യം ഒരു മീഡിയം തിക്നെസ്സിലാണല്ലോ കട്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒന്ന് രണ്ട് തവണ തിരിച്ചു മറിച്ചിടുമ്പോൾ തന്നെ ഇത് വെന്ത് കിട്ടും കേട്ടോ. ഇങ്ങനെ ഫ്രൈ മാത്രം കഴിക്കാനും അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു വഴുതനങ്ങ. എന്നിട്ട് ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന ടൈമിൽ നമ്മൾ ഇതിലേക്ക് 1/4 ടീസ്പൂണ് ഉലുവയും 1/4 ടീസ്പൂണ് ചെറിയ ജീരകം കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു ടൈമിൽ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് അതും ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഉള്ളി കരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം, മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് ഒന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒന്ന് കളറൊന്ന് ചേഞ്ചായി നല്ലോണം കരിഞ്ഞു പോവരുത്. ഈ ഒരു പൗഡേഴ്സിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നാൽ ഫ്ലെയിം ഓഫാക്കാം കേട്ടോ. അപ്പോൾ ഇത് ഇത്രയെല്ലാം ഉണ്ടാക്കിയെടുക്കാൻ. ഇനി നമ്മൾ ഒരു ബൗളിലേക്ക് നല്ല കട്ട തൈരോ അല്ലെങ്കിൽ സാധാ നോർമൽ തൈരോ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അത് കട്ട ഒന്നും ഇല്ലാതെ നന്നായിട്ട് സ്പൂണ് വെച്ചിട്ട് കട്ടകളൊക്കെ ഉടച്ച് കളഞ്ഞതിന് ശേഷം അതിലേക്ക് ഈ ഒരു നമ്മൾ പൊരിച്ച് വെച്ചിട്ടുള്ള വഴുതനങ്ങ ഉണ്ടല്ലോ അതൊന്ന് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മളിപ്പോൾ മാറ്റി വെച്ചേക്കുന്ന ഉള്ളിൻ്റെ മിക്സ് ഉണ്ടല്ലോ അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുള്ള കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം പാടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ തൈര് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മുടെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് അടിപൊളി ടേസ്റ്റാണ്. ഈ ഒരു ടൈമിൽ ഉപ്പിൻ്റെ അളവൊന്ന് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ വഴുതനങ്ങ ഒന്നും ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്ക്, അടിപൊളി ടേസ്റ്റാണ്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ. നമുക്ക് പെട്ടെന്ന് തന്നെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കറി ഉണ്ടാക്കിയാൽ അടിപൊളി ടേസ്റ്റാണ്, എന്നാലും നല്ല സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്ക്, എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം.